പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്ന ദൈവകൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. 150 സങ്കീർത്തനവുമായി ഹല്ലേലൂയ നമ്മൾക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 150 സങ്കീർത്തനം നമ്മൾ ഒരുപാട് കേൾക്കുകയും ധ്യാനിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണല്ലോ. കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് ഇത് എന്ന് നമ്മൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ആരാധന അല്ലെങ്കിൽ സ്തുതി എന്നതിനെ കുറിച്ച് നാം എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നൽകുന്ന സംക്ഷിപ്ത വിവരണമാണ് ഈ സങ്കീർത്തനം നമ്മൾക്ക് നൽകിത്തരുന്നത്. ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു ആഹ്വാനം. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതിന് ഇബ്രായ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ യാഹ് എന്നാണ്. കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾക്ക് സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട്, തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. അത് നമ്മുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലായിരിക്കാം, നമുക്ക് സന്തോഷ നിമിഷങ്ങളിലായിരിക്കാം, ഏത് സാഹചര്യങ്ങളിലുമാകട്ടെ ദൈവത്തെ സ്തുതിക്കേണ്ടതിന്റെ ആവശ്യം സങ്കീർത്തനക്കാരൻ നമുക്ക് തരുന്നു. പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നാം കർത്താവിനെ സ്തുതിക്കാറില്ല. നാം മറന്നുപോയി മറ്റ് കാര്യങ്ങളിലേക്ക് നാം പോകാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, ആ നിമിഷങ്ങളിലും കർത്താവിനെ നാം സ്തുതിക്കണം. ഹല്ലേലൂയ. സ്തുതിക്കുന്നെങ്കിൽ മാത്രമേ ചില വിടുതലുകൾ നമുക്കുണ്ടാകുകയുള്ളൂ. ഇസ്രായേൽ ജനം മാറായുടെ അടുക്കൽ തന്നെ ദൈവം ആ ജലം കൊണ്ട് വളർത്തിയ ഒരു വൃക്ഷമുണ്ടായിരുന്നു. പക്ഷേ ജനം അത് കണ്ടില്ല. കയ്പ് വെള്ളം കുടിച്ച് മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നമുക്ക് ചെടി അവിടെ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നവന് മാത്രമേ ആ ചെടി കാണുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളിൽ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം അതിൽ നിന്ന് ചില മറുപടികൾ നമുക്ക് തരും. ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നത്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ കയ്പിന്റെ അനുഭവങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ദൈവം മാറ്റിത്തരും എന്ന് നാം മനസ്സിലാക്കണം. പക്ഷെ നമുക്ക് കൈപ്പേറിയ അനുഭവങ്ങളുണ്ട്. കൈപ്പേറിയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ. പ്രത്യേകാൽ ദൈവത്തെ അനുഗമിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കഷ്ടതയുണ്ട്, പരീക്ഷകളുണ്ട്, അല്ലെങ്കിൽ പരിശോധനകളുണ്ട്. ആ പരിശോധനയിൽ വിജയം വരിക്കണം. പരീക്ഷ എഴുതാതെ വിജയിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ് ഇല്ല. ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ, അല്ലേ, കൊറോണയൊക്കെ വന്ന സമയത്ത് എല്ലാവരെയും പാസ്സാക്കി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള സന്നിഗ്ധ ഘട്ടങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലൊരു വിജയം നമുക്ക് ലഭിക്കുന്നുള്ളൂ. എങ്കിലും ദൈവസന്നിധിയിൽ നാം പരീക്ഷ നേരിടണം, അല്ലെങ്കിൽ പരിശോധന. പരീക്ഷ എന്ന് പറയുന്നത് പരിശോധനയാണ്. ആ പരിശോധന നമ്മൾ നേരിട്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് വിജയമുള്ളൂ എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പരീക്ഷയില്ലാതെ വിജയമില്ല. നമ്മൾ പലപ്പോഴും സാക്ഷ്യങ്ങളിലൊക്കെ ഇത്രയും നാളും ജയോത്സവമായി നടത്തി, ഒരു പരീക്ഷയും എഴുതാതെ നമ്മൾ ജയോത്സവമായി നടത്തിയെന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. ദൈവം വലിയ വിജയമെതിയും നമുക്ക് തരും. ഇവിടെ യഹോവയെ സ്തുതിപ്പീൻ എന്നാണ്. നമ്മൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാറുണ്ട്, അല്ലേ? ദൈവത്തെ ഭക്തിപൂർവം, ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ, അല്ലെങ്കിൽ ദൈവത്തെ നാം അവൻ്റെ ഗുണഗണങ്ങളെ, അവൻ്റെ സ്വഭാവ വിശേഷണങ്ങളെ, ദൈവം ആരാണെന്ന് ദൈവത്തെ നാം അറിഞ്ഞിട്ട് അവനെ നമ്മൾ പ്രകീർത്തിക്കുന്നതാണ് സ്തുതി എന്ന് പറയുന്നത്. എന്നാൽ സ്തോത്രം എന്ന് പറയുന്നത് കഴിഞ്ഞകാല നന്മകളെ കുറിച്ച് നമ്മൾ നന്ദി പറയുന്നതിനാണ് നമ്മൾ സ്തോത്രം എന്ന് പറയുന്നത്. സ്തോത്രം പറയുവാൻ നമ്മൾക്ക് ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ ഓരോ നിമിഷവും ദൈവം നൽകുന്ന എല്ലാ നന്മകൾ, എന്തിനാ നമ്മൾ എടുക്കുന്ന ഒരു ശ്വാസം തിരിച്ച് നമുക്ക് ഉള്ളിലേക്ക് വീണ്ടും വലിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. എന്നാൽ ഹല്ലേലൂയ, ഇത് എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്നത് പോലെ നമുക്കും ദൈവം തരുന്നുണ്ട്. മറ്റു മനുഷ്യൻ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല. ദൈവം നൽകുന്നതിനെ കുറിച്ച് തിരിച്ചറിയാതെ, നന്ദി പറയാതെ ഇരിക്കുമ്പോൾ ഓരോ ദൈവ പൈതലും എന്ത് ചെയ്യണം? ഓരോ നിമിഷത്തിലും നമ്മൾ
ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജോലി മേഖലകളിലൊക്കെ ദൈവത്തോട് നാം സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു കാര്യം ഈ ദൈവദിനത്തിൽ കൂടെ നമ്മളോട് ഓർപ്പിക്കുന്നു. മാത്രമല്ല, എങ്ങനെയുള്ളവരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത്? നന്ദിയുള്ളവരാണ്. വേണ്ടി ഒരാൾ ഒരു നന്മ ചെയ്യുമ്പോഴും നമ്മൾ താങ്ക്സ് പറയും, അല്ലേ? പക്ഷേ ചുമ്മാ കാണുന്ന ഒരു വഴി കൂടെ പോകുന്ന ഒരാളോട് താങ്ക്സ് നമ്മൾ പറയും? ഒരിക്കലും പറയത്തില്ല. കാരണം എന്താ? നമുക്കൊരു കാര്യം ചെയ്തു തരുന്ന ഒരാളോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നന്ദി പറയുന്നത്. അത് എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മകളും, പഴയകാല നന്മകളും, ഇനിയും ചെയ്യുവാൻ പോകുന്ന നന്മകളൊക്കെ ഓർത്താൽ എന്ത് ചെയ്യും? നമുക്ക് ദൈവത്തെ നന്ദി പറയാതിരിക്കാൻ, സ്തുതിക്കാതിരിക്കാൻ, സ്തോത്രം ചെയ്യാതിരിക്കുവാൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ദൈവത്തെ നാം എന്ത് ചെയ്യണം? സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. നമ്മളിന്ന് പാടി, സർവ്വ സ്തുതികൾക്കും യോഗ്യനാണ് നമ്മുടെ കർത്താവ്. സ്തുതികൾക്ക് യോഗ്യൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ യഹോവയാണ്. ഇബ്രായലേഖനം 13-15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നമ്മൾ പഴയ നിയമം പരിശോധിക്കുമ്പോൾ സ്തോത്രയാഗം എന്നുള്ളത് ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് അർപ്പിക്കുന്ന യാഗമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ സ്തോത്രം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് യാഗത്തിന് തത്തുല്യമാണ് സ്തോത്രം എന്ന് പറയുന്നത്. സ്തോത്രം എന്ന യാഗം, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രയാഗം നാം എപ്പോഴും ഇടവിടാതെ അർപ്പിക്കണമെന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. അതുകൊണ്ട് നാം എപ്പോഴും അതിന് ബാധ്യസ്ഥരാണ്. ഓരോ മനുഷ്യരും, ഓരോ ദൈവമക്കളും, ദൈവത്തെ അറിയുന്ന നമ്മൾ തീർച്ചയായും ദൈവത്തെ നാം സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം. ഇത് ദൈവത്തിന് നമ്മളോടുള്ള ഇഷ്ടം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് എപ്പോഴും ഉണ്ടെന്നുള്ള, ദൈവം നമ്മളെ എപ്പോഴും കരുതുന്നെന്നുള്ളത്, ദൈവം നമ്മളെ സൂക്ഷിക്കുന്നെന്നുള്ളതിൻ്റെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നെന്നുള്ളതിൻ്റെ ആ സന്തോഷ സൂചകമായി നാം പറയുന്നതാണ് ഈ സ്തോത്രം. അത് തീർച്ചയായും നമ്മൾ അർപ്പിക്കേണ്ടതാണ്. മാത്രമല്ല, നമ്മുടെ സ്തുതികളിൽ വസിക്കുന്നവനാണ് ദൈവം. സങ്കീർത്തനം 22:3 പറയുന്നു, ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഇസ്രായേലിന്റെ സ്തുതികളിൽ, ഇസ്രായേലിന്റെ സ്തുതിയായിരിക്കുന്ന കർത്താവ് എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്രായേലിന് നന്ദി പറയുവാൻ തക്കോണം കഴിയുന്ന ദൈവം എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഓരോരുത്തരും പുതിയ നിയമ ഇസ്രായേലാണ്. നാമും എന്ത് ചെയ്യണം? ആ സ്തുതികളിലേക്ക് നാമും കടന്നു ചെല്ലണം. അത് അധരഫലം കൊണ്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ അത് ആലയത്തിൽ കൊണ്ട് യാഗമർപ്പിക്കുന്നതാണെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അധരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടണം, മഹത്വീകരിക്കണം. പ്രതികൂല സാഹചര്യങ്ങൾക്ക് അടിമപ്പെടാതെ വണ്ണം ദൈവത്തെ സ്തുതിക്കണം എന്നാണ് പുതിയ 1 തെസ്സലോനിക്കർ ലേഖനം 5-18 ഇങ്ങനെ വായിക്കും, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. എല്ലാറ്റിനും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. അത് എന്ത് പ്രശ്നമാണെങ്കിലും നാം സ്തോത്രം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ. പണ്ടുള്ള ഉപദേശിമാരൊക്കെ പറയാറുണ്ട്, നമ്മൾ സ്ത്രീകൾ വീട്ടിൽ എന്ത് ചെയ്യണം? അരിയിടുമ്പോൾ ഒക്കെ സ്തോത്രം ചെയ്യണമെന്ന് പറയാറുണ്ട്. ആഹാരം എന്ന നന്മയിലേക്ക്, ഭക്ഷണം എന്ന നന്മയിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ നന്മ, ആ സ്തോത്രം പറയുന്നതിലൂടെ അതിലൊരു നന്മ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന ഒരു പാനീയത്തിലാണെങ്കിലും, നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരത്തിന് മുമ്പായും നാം എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. ഇന്നലെ ഭക്ഷണം കഴിച്ചപ്പോൾ, ഇന്നലെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ ഇന്ന കാര്യം ചെയ്തപ്പോൾ, ഇന്ന വഴിക്ക് പോയപ്പോൾ, ഇന്നലെ ഞാൻ വീട്ടിൽ കടന്നു വന്നപ്പോൾ ഒന്നും സ്തോത്രം ചെയ്തില്ല. നമ്മുടെ ജോലിക്ക് പോയിട്ട് കടന്നു വന്നിട്ടൊക്കെ എന്ത് ചെയ്യണം? നാം ദൈവത്തെ സ്തുതിക്കണം. ഇറങ്ങി പോകുമ്പോഴും സ്തുതിക്കണം. നമ്മൾ ജോലി സ്ഥലത്തും കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമ്മുടെ ടെൻഷനുകളൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? നാം ദൈവത്തെ സ്തുതിക്കണം. നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ ദുഃഖകരമാകാം, സുഖകരമാകാം, സുരക്ഷിതമല്ലാത്തതായിരിക്കാം, അപകടം നിറഞ്ഞതായിരിക്കാം. എന്നാൽ എല്ലാറ്റിലും നമ്മൾ വാഹനത്തിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം? സ്തോത്രം. അപകടം നിറഞ്ഞിരിക്കുന്ന മേഖലകൾ, നമ്മൾ പോകുന്ന വഴി, വാഹനത്തിൽ പോയില്ലെങ്കിലും നമ്മൾ പോകുന്നതും വരുന്നതും റോഡ് ക്രോസ് ചെയ്യുന്നതും ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അവിടെ ഒക്കെ ദൈവത്തെ എന്ത് ചെയ്യണം?
നാം സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെ, നമ്മുടെ കണക്കൂട്ടലുകളെ ഒക്കെ പിശാചിന് ഒരു നിമിഷം കൊണ്ട് തെറ്റിച്ച് കളയുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരാൾക്ക് ഹല്ലേലൂയ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകും, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമുക്ക് കാരണങ്ങളുണ്ട്, അതിന് നാം ബാധ്യസ്ഥരാണ്. നോക്കുക, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് നമ്മൾക്ക് കാണുന്നുണ്ട്. കാരാഗ്രഹത്തിലും നോക്കുക, അടികൊണ്ട് പുറമെല്ലാം പൊളിഞ്ഞിരിക്കുക, പക്ഷേ കാലും കൈയും ഒക്കെ വിലങ്ങുകളാൽ ബന്ധനസ്ഥരായിരിക്കുന്നവരാണ്. അപ്പോഴും എന്താണ്, അവർ ദൈവത്തെ പാടി സ്തുതിക്കണം. പാടി സ്തുതിക്കുമ്പോൾ വിടുതലുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ മുൻപൊരു ദൈവനെ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ വാക്യം മറന്നുപോയി. അവിടെയും നമ്മൾ കാണുന്നുണ്ട്, യുദ്ധത്തിന് ഇസ്രായേൽ മക്കൾ പോകുമ്പോൾ പാടി സ്തുതിച്ചുകൊണ്ട് പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പാടി സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ വിടുതലുകളുണ്ട്. ദൈവത്തെ പാടി സ്തുതിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പാടിയ പാട്ടുകളൊക്കെ ഹല്ലേലൂയ നമ്മൾ പാടുമ്പോൾ അതിൻ്റെ വാക്കുകൾ, അതിൻ്റെ വരികളൊക്കെ ഒന്ന് ഹല്ലേലൂയ വളരെയധികം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രത്യാശ നൽകുന്ന എത്രയെത്ര ഗാനങ്ങൾ നമ്മൾക്ക് കേൾക്കുവാൻ തക്കണം. ഒരു ദേവദാസൻ ഇങ്ങനെ പറയുന്നു, ഞാൻ മറന്നു, നമ്മളൊരു 10-20 വർഷം മുമ്പ് കാസറ്റ്, ഒരു CD ഒക്കെ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മൽപ്രിയനെയും ഒക്കെയുള്ള പാട്ടുകൾ, കർത്താവേ നീ എന്ന് വരുമെന്നുള്ളപ്പോഴുള്ള പ്രത്യാശാ ഗാനങ്ങളുടെ പാട്ടുകൾ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് നാം കേൾക്കുന്ന പാട്ടുകളൊന്നും ഹല്ലേലൂയ പ്രത്യാശാ ഗാനങ്ങളല്ല. ഇതൊക്കെ എന്താണ്, നമ്മളെ ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഈ ഇന്നത്തെ പാട്ടുകളൊക്കെ. എന്നാൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നാം പരിശോധിക്കുമ്പോൾ പഴയ പാട്ടുകളൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് വരികൾ എന്ത് ചെയ്യണം ഒന്ന് മനസ്സിലാക്കിയാൽ. ദൈവവചനത്തിൽ പലപ്പോഴും പലർക്കും മനസ്സിലാകാത്ത വരികളുണ്ട്, വാക്കുകളുണ്ട്. എന്നാൽ ഒരു പാട്ടെടുത്ത് നമ്മളതൊന്ന് നോക്കി ഹല്ലേലൂയ എത്ര ലളിതമായി നമുക്ക് ദൈവവചനം വിവരിച്ചു തന്ന ആത്മാവിൽ എഴുതിയ ദൈവദാസന്മാരെ, അവരുടെ വരികളെ ഹല്ലേലൂയ ദൈവവചനം ഇത്ര ലളിതമായി പറഞ്ഞു തന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നാം ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. മാത്രമല്ല, ഇത് എപ്പോഴും സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും പ്രഷർ ചെയ്തുകൊണ്ടും ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ നമുക്കത് തോന്നത്തില്ല. അത് നമ്മുടെ മനസ്സിൽ നിന്ന്, ഇന്ന് നമ്മൾ പ്രസംഗിച്ചു, ഇന്ന് ഓർക്കും, ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ദൈവത്തെ സ്തുതിക്കണമെന്നൊക്കെ ഓർക്കും. നമ്മൾ ഇന്നുകൊണ്ട് ഇതെന്ത് ചെയ്യും, നമ്മളങ്ങ് മറന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്തോത്രം പറയൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ദൈവം നമ്മളെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് ഓർമ്മയിലേക്ക് വരും. ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെ സ്തുതിക്കണം? എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. നോക്കുക, ആത്മാവ് നിറയണം. ആത്മാവ് നിറഞ്ഞെങ്കിൽ മാത്രമേ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും നമുക്ക് തമ്മിൽ സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനു വേണ്ടിയും എന്ത് ചെയ്യണം, സ്തോത്രം ചെയ്യണം എന്നാണ്. അപ്പോൾ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് ആത്മാവ് നിറഞ്ഞവരായി എന്ന് നമ്മൾക്ക് ആ വാക്യത്തിൻ്റെ ആദ്യം നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ നാം സ്തുതിക്കണം. നമ്മൾ സ്തുതിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ? ദൈവത്തെ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വം വ്യത്യാസപ്പെടുന്നില്ല. നമ്മളൊരാൾ സ്തുതിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിനൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ കൂടുതൽ സ്തുതിച്ചാലും ദൈവത്തിനൊന്നും സംഭവിക്കുന്നില്ല.
പക്ഷേ നമ്മൾ സ്തുതിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപകളും ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും ദൈവത്തിൻ്റെ വിടുതലുകളും ദൈവം നമ്മളിലേക്ക് അയക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് അയക്കുന്നതാണ് ആ സ്തുതിയിൽ കൂടെ, അല്ലെങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് അനുഭവിക്കുവാൻ തക്കോണം കഴിയുന്നത്. ഇന്നു മുതൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പരിശീലനത്തിൽ നമ്മൾ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ഒന്ന് പരിശോധിക്കുക. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുക. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളങ്ങ് തീരുമാനമെടുത്ത് ഇന്ന് തൊട്ട് സ്തോത്രം ചെയ്ത് ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് നമ്മൾ സ്തോത്രം ചെയ്യുന്നതെല്ലാം കുഴപ്പമായിട്ട് മാറും. പക്ഷേ എന്ത് ചെയ്യല്ലേ, നമ്മൾ പിന്മാറരുത്. നമ്മൾ അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്യും? അതിനുള്ള കൃപ നമ്മൾക്ക് തരുവാൻ തക്കവണ്ണം ഇടയാകും. കാരണം എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം? നാം ദൈവത്തിന്റെ ജനമായതുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു എന്നാണ് കാണുന്നത്. ദൈവം നമ്മളെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. ആ വിളിച്ച കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. നമ്മളെ ഒരു ജാതിയാക്കി നമ്മളെ വിളിച്ച എല്ലാവരെയും എന്ത് ചെയ്തു? ഈ ലോകത്തിലെ ജാതിയല്ല, ദൈവം ഒരു ജാതിയായി നമ്മളെ തിരഞ്ഞെടുത്തു. ആ ജാതി എന്ത് ചെയ്തു? രാജകീയ പുരോഹിത വർഗമാക്കി. കർത്താവ് എന്ന രാജാവിന്റെ വർഗമാക്കി. മാത്രമല്ല യേശുക്രിസ്തു എന്ന പുരോഹിതന്റെ വർഗവും നമ്മളെ ആക്കി. നമ്മളെ അവന്റെ വിശുദ്ധ വംശമാക്കി, സ്വന്ത ജനമാക്കി എന്ന് കാണും. ഇത്രയും കാര്യം നമ്മളെ ചെയ്തതുകൊണ്ട് നാം എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കണം എന്നാണ് പറയുന്നത്. പലപ്പോഴും നാം സ്തുതിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നാം എന്ത് ചെയ്യുന്നത്? ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അന്ന് രാത്രി തൊട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യങ്ങൾ നേരിടുമ്പോൾ അപ്പോൾ മുതലാണ് നാം ദൈവത്തെ സ്തുതിക്കാനും. അതുവരെ ഇല്ലാത്ത പാട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അന്ന് പാടും. ഇതുവരെ പ്രാർത്ഥിക്കാത്തതിനേക്കാൾ കൂടുതൽ സമയം ചെയ്യും നാം പ്രാർത്ഥിക്കും. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ സ്തുതിക്കരുത്. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നൊരു യന്ത്രമല്ല. ആവശ്യങ്ങളെ ദൈവത്തിന് അറിയാം. പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്തു തരുകയില്ല. ചെയ്തു തരേണ്ടത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിനറിയാം. അത് മാത്രമേ നമ്മൾ ചില നന്മകളൊക്കെ ദൈവത്തോട് ചോദിക്കും. ചില നന്മകളൊക്കെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മള് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു. ദൈവസന്നിധി വന്ന് കുറ്റം പറയല്ല, ദൈവസന്നിധി വന്നു. മിക്ക ആളുകളുടെയും പ്രാർത്ഥന യൂറോപ്പിൽ പോകാൻ, അല്ലെ? ദൈവം തരുന്നതാണ് നിങ്ങളെ അങ്ങനെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാനോ ആരാധനയ്ക്ക് പോകാനോ സൗകര്യം നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ, കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെ ദൈവം വിടുന്നതല്ല. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ അത് ദൈവം വിടുന്നുള്ളൂ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവമല്ല. പിശാച് കാണിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് അത് ചിലപ്പോൾ പ്രവാചകൻ വന്ന് നല്ല പ്രവാചകനൊക്കെ നമ്മൾ ചിന്തിക്കും. കള്ളപ്രവാചകന്മാരും വിശ്വസിച്ച് എന്ത് ചെയ്യും? ഈ പിള്ളേരുടെ ഭാഷ ചെന്ന് കയറി കൊടുക്കും, അല്ലേ? കയറി കൊടുത്തിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് ദൈവവും ഇല്ല, ദേവനും ഇല്ല, നാട്ടുകാരുമായിട്ട് ബന്ധമില്ല. അവിടെ ചെന്ന് കഷ്ടതയാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആൾക്കാർ പറയാൻ മടിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ ഭയങ്കര കഷ്ടതയാണ്. ഒന്നാതെ അവരുടെ റേസിസം ഉണ്ട്. അതൊക്കെ അനുഭവിച്ച് അവിടെ ജീവിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. പലരും അതുപോലെ പറയാൻ പറ്റുന്നവരോട് മാത്രമേ ഒരു എന്ത് ചെയ്യും? പറയും. ആ ബുദ്ധിമുട്ടുകൾ പറയും. ജീവിതം മെച്ചപ്പെടുത്താൻ പോകുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നന്മകളൊന്നും നമുക്ക് ലഭിക്കും. കർത്താവ് പോകാൻ ആഗ്രഹമുള്ളവർ പ്രാർത്ഥിച്ചോണം. കർത്താവ് ആരൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെന്നും നമുക്കറിയത്തില്ല. ആരൊക്കെ പരീക്ഷ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. ആരൊക്കെ വിജയിച്ചിട്ടുണ്ടെന്നും ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ പറയാണ്, പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കർത്താവ് എനിക്കവിടെ ആരാധനയ്ക്ക് പോകുവാൻ സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ എന്നെ വിടാവുള്ളൂ. അങ്ങനെ വിടുന്നുവെങ്കിൽ അങ്ങനെ സൗകര്യമുള്ളിടത്തെ എന്നെ വിടാവുള്ളൂ എന്ന് ദൈവത്തോട് നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആരാധനയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ എന്ത് ചെയ്യും? നമ്മുടെ ജോലി സമയവും ഒക്കെ വളരെ 100-400 കിലോമീറ്ററൊക്കെ പോയി വേണം ആരാധനയ്ക്ക് പോകാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പലപ്പോഴും പോകാനായിട്ട് സാധ്യമാകും. നമ്മുടെ ഇവിടുന്ന് പോയ ബ്രബിനും കുടുംബം മാത്രം നമ്മുടെ അറിവിൽ എന്ത് ചെയ്യത്തുള്ളൂ? ആരാധനയ്ക്ക് പോകും. അങ്ങനെ അവർക്ക് വലിയൊരു ആഗ്രഹം, ആരാധനയ്ക്ക് പോകാൻ വലിയ ആഗ്രഹമുള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു?
ആരാധനയ്ക്ക് പോകും. കർത്താവ് വിടുന്ന സമയത്ത് ചിലപ്പോൾ കർത്താവ് പറയും, നിന്നെ ഞാൻ 1 വർഷം കൂടെ കഴിഞ്ഞ് വിടാം, ആരാധനയുള്ള സ്ഥലത്ത് വിടാൻ ദൈവം ആഗ്രഹിക്കുന്നു. പിശാച് പറയും, കീറിപ്പിക്കൂ, ലാസ്റ്റ് ചാൻസാ, പിന്നെ മുടങ്ങിപ്പോവും എന്ന് പറഞ്ഞ് നമ്മൾ ചാടിക്കയറിപ്പോവും. ആരാധന മുടങ്ങും, പ്രാർത്ഥന മുടങ്ങും. ഭാര്യയും മക്കളും എല്ലാവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, പാടാനോ പ്രാർത്ഥിക്കാനോ ഇല്ല, സമയം കിട്ടും. ജോലിയോട് ജോലി, വിഷമം, പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ ഇന്ന് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഞാനൊന്ന് ഓർപ്പിച്ചത് കൊണ്ട്. ആരെങ്കിലും പോകാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കണം. കർത്താവെ എന്നെ അങ്ങ് വിടുന്നുവെങ്കിൽ ആരാധന കൂട്ടായ്മയ്ക്ക് പോകുവാനുള്ള സാഹചര്യമുള്ള സ്ഥലത്ത് വേണം എന്നെ വിടാൻ. അനേക ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ കൂടുവാൻ തക്കവണ്ണമുള്ള സ്ഥലത്ത്, എൻ്റെ ആത്മീക വർധനവിനുള്ള സ്ഥലത്തെ എന്നെ വിടാവുള്ളൂ എന്ന് ദൈവത്തോട് നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മളെ ദൈവം ആ തക്ക സ്ഥലത്തുകൊണ്ട് ദൈവം നമ്മളെ വിടും. നമുക്ക് ആരാധനയിൽ പങ്കെടുക്കുവാൻ പറ്റും. നമ്മൾക്ക് ആത്മീകമായി വർധന ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആരെങ്കിലും അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചു വേണം എപ്പോഴും ആയിരിക്കുവാൻ തക്കവണ്ണം. അത് അടുത്ത വർഷമോ അതിൻ്റെ പിന്നത്തെ വർഷമോ ഒക്കെ പോയിക്കോട്ടെ, എപ്പോൾ വേണം പോയിക്കോട്ടെ, നമ്മുടെ പ്രാർത്ഥന ഇന്നു മുതൽ തുടങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നോക്കുക, നമ്മുടെ ആരാധനയുടെ കേന്ദ്ര ബിന്ദു നമ്മുടെ കർത്താവാണ്. നമ്മൾ ഇവിടെ ആരാധിക്കുമ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഞാനിന്ന് പറയുന്ന പ്രസംഗങ്ങൾ, പുള്ളിയുടെ പ്രസംഗം കൊള്ളാമല്ലോ, ഇന്ന് നല്ല പ്രസംഗമായിരുന്നു എന്നുള്ളത് ചിന്തിക്കുകയേ ചെയ്യരുത്. എന്താണ് പറഞ്ഞത്? അതിൽ എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അതോർത്ത് നാം എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. വർഷിപ്പ് ലീഡേഴ്സുമാർ വന്ന് എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടാത്ത വർഷിപ്പ് ലീഡേഴ്സുമാർ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്തവനെ സ്റ്റേജിൽ പോലും കേട്ടത്തില്ല, മൈക്ക് പിടിക്കാൻ പോലും സമ്മതിക്കത്തില്ല, തമ്പാർ കൊട്ടാൻ സമ്മതിക്കത്തില്ല, എന്തിന് ചർച്ചിൽ പാവിരിക്കാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരുപാട് വർഷിപ്പ് ലീഡേഴ്സ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള സ്ഥലത്ത് കൺവെൻഷനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. വർഷിപ്പ് ലീഡേഴ്സ് അവിടെ നിന്ന് ഭയങ്കര നിങ്ങൾ ആരാധിക്കണം, പോരാ, കുറച്ചുകൂടി ശബ്ദത്തിൽ നിന്നൊക്കെ പറയുമ്പോഴും അത് കഴിഞ്ഞിട്ട് ദേവദാസന്മാർ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇവര് മൊബൈൽ നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കുകയോ, അല്ലെങ്കിൽ വർത്താനം പറഞ്ഞ് തമാശ പറഞ്ഞു, അല്ലെങ്കിൽ ആ സമയത്ത് ജംഗ്ഷനിൽ പോയി പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് വന്നാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അത് നമ്മളെ ആരാധിക്കുവാനും ഒക്കെ നമ്മളെ തെറ്റായ രീതിയിലേക്ക് നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ അതിലൊന്നും വീണുപോകരുത്. ആരാധന എന്താണെന്ന് ഞാൻ താഴ്ത്തു വരുമ്പോൾ പറഞ്ഞു തരാം. നമ്മൾ മനസ്സിൽ സ്തുതിച്ചാലും നമ്മൾ കൊണ്ട് പറഞ്ഞാലും ദൈവത്തെ നമ്മൾ ഉറക്കെ പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകതയുമില്ല. ദൈവം നമ്മുടെ മനസ്സാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞ് എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കണം. കാരണം ദൈവം ആത്മാവാണ്. ദൈവത്തെ നാം എന്ത് ചെയ്യണം? ആത്മാവിൽ നാം സ്തുതിക്കണം. എന്താണ് ആരാധന? റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. മനസ്സു പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് നമ്മുടെ ആരാധന എങ്ങനെയാണ്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ് ആരാധന. അതായത് രക്ഷിക്കപ്പെട്ട ഒരാൾ എന്ത് ചെയ്യണം? അയാൾ മനസ്സു പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒരാൾ രക്ഷിക്കപ്പെടുന്നത് മുതൽ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ അത് നമ്മളിവിടെ വന്ന് കൈയടിച്ച് പാട്ടുപാടി അന്യഭാഷ പറയുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ ഇവിടെ വന്നിരുന്ന് ആരാധിക്കുന്നത് മാത്രമല്ല ആരാധന. ആ ആരാധന കൊണ്ട് ദൈവത്തിന് പ്രസാദം ഉണ്ടാകില്ല. ഞായറാഴ്ച വന്ന് നമ്മൾ ആലയത്തിൽ പോയി ആരാധിക്കുക, ദൈവത്തെ പാടി സ്തുതിക്കുന്നത്, അത് ആരാധനയുടെ ഒരു ഭാഗം മാത്രമാണ്. നാം നമ്മുടെ ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദകരമാകണം. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാകണം. നമ്മുടെ ചിന്തകൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. നമ്മുടെ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അങ്ങനെ നമ്മുടെ അവയവങ്ങളെല്ലാം ദൈവത്തിന് പ്രസാദകരമായി ചെയ്യുന്നതാണ്
ആരാധന. അത് നമ്മുടെ ജീവിതത്തിലുടനീളം നാം അങ്ങനെ ചെയ്യുമ്പോൾ ആരാധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നാം ഇവിടെ വന്ന് പാട്ടുപാടുന്നതും പ്രാർത്ഥിക്കുന്നതും അന്യഭാഷ പറയുന്നതും പ്രസംഗം കേൾക്കുന്നതും പ്രസംഗിക്കുന്നതും ആരാധനയുടെ ഭാഗമാണ്. അതൊരു ഭാഗം മാത്രമാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആരാധന കൊടുക്കുവാനല്ല, നമ്മളെ തന്നെ യാഗമാക്കി തീർക്കുന്നതാണ് ആരാധന. നമ്മളെ തന്നെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് എന്താണ്? നമ്മുടെ സ്തുതി അല്ലെങ്കിൽ സ്തോത്രത്തിന് പകരമായി നമ്മൾ പഴയ നിയമകാലത്ത് അതിന് പകരമായി നാം ചെയ്യുന്നത് നമ്മൾ കുറുമ്പ്രാവിനെ ഒക്കെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കും. ഇതാ സ്തോത്രയാഗം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ കൺട്രോൾ മുഴുവൻ ദൈവമാണ് നടത്തുന്നത്. ഇതാണ് ആരാധന. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. അല്ലാതെ ഇവിടെ വരുമ്പോൾ മാത്രം നമ്മൾ പാട്ടുപാടി ഇന്ന് 2 അന്യഭാഷ പറഞ്ഞേക്കാം എന്ന് പറയുന്നതല്ല ആരാധന. ഇത് നമ്മുടെ ജീവിതത്തിലുടനീളം വരേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന് നാം യാഗമായി അർപ്പിക്കുന്നതാണ്, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ആരാധന. അപ്പോൾ നമ്മളെല്ലാ സമയവും എല്ലായ്പ്പോഴും ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിത ശൈലി പിന്തുടരുന്ന ആളുകളായിരിക്കണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുതെന്നും നമ്മൾ കാണുന്നു. 1-ാമത്തെ വാക്യം, യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. ദൈവത്തിൻ്റെ പഴയ നിയമ ഇതായതുകൊണ്ട് അവിടെ കാണുന്നു ആലയത്തിൽ പോയി ദൈവത്തെ സ്തുതിക്കുവാൻ. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. അത് ആലയത്തിൽ വന്നും നമ്മൾ ആലയമായി നമ്മൾ വിശ്വാസികൾ കൂടി വരുന്ന 2-3 പേർ കൂടി വരുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അവിടെയും സ്തുതിക്കണം, എല്ലായിടത്തും സ്തുതിക്കണം. ആ വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കണം. നാം പഴയ നിയമകാലത്തിൽ എല്ലാ മനുഷ്യരും ആലയത്തിൽ കടന്നുപോയി സ്തുതിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുമ്പോൾ ഈ പ്രാർത്ഥനാലയം അല്ലെങ്കിൽ ഈ ആലയമൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു കാലത്തിലാണ് നാം കടന്നു പോകുന്നത്. ആലയത്തിൽ വരുന്നവരുടെ ഒക്കെ എന്താണ്? വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ദൈവസഭ കടന്നു പോകുന്നത്. അതിന് ദൈവവചനം പ്രസംഗിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയാത്ത ഒരുപാട് പ്രസംഗകർ ഉണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടം പോലെ പ്രസംഗിക്കുക വഴി ദൈവവചനത്തിന് ദൈവമക്കൾക്ക് ഇതെന്താണെന്ന് തിരിച്ചറിയുവാൻ തക്കോണം ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ എങ്ങനെ സ്തുതിക്കണം എന്ന് ഒന്നും മനസ്സിലാക്കാത്തത് ഒരു കാലഘട്ടത്തിൽ, അത് യേശുവിന്റെ കാലത്ത് സംഭവിച്ചു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ത് ചെയ്തത്? പ്രാവ് വിൽപ്പനക്കാരെയൊക്കെ എന്ത് ചെയ്തത്? ചാട്ടവാർ എടുത്ത് അവരെ ഓടിച്ചത്. ചാട്ടവാർ എടുത്ത് അവരെ അടിച്ചില്ല കേട്ടോ. ചാട്ടവാർ എന്ത് ചെയ്തു? എടുത്ത് ഈ പ്രാവുകളെയും അതിലെ ആടുകളെയും മാടുകളെയും ഒക്കെ എന്ത് ചെയ്തു? ഓടിച്ചു കളഞ്ഞത്. ആലയത്തിൽ ആരാധനയാണ് നടക്കേണ്ടത്. പലപ്പോഴും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആലയത്തിൽ ആരാധനയേക്കാൾ ഉപരി മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം നേടിക്കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. ആലയത്തിൽ കടന്നു വരിക, നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്തുതിക്കുക. നമ്മളിൽ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നമ്മളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഇവിടെ യഹോവയെ സ്തുതിപ്പീൻ, വിശുദ്ധ മന്ദിരത്തെ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്ന നിലയിൽ തൻ്റെ അധികാരം വെളിപ്പെടുത്തുന്ന, പ്രപഞ്ചത്തിലൂടെ ദൈവത്തെ അറിയണം. ആകാശവിധാനത്തിൽ, അതായത് ആകാശത്തിന് കീഴിലുള്ള ഈ ഭൂമിയിൽ കൂടെ ദൈവത്തെ അറിയണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്നിട്ടും ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വമാണ് പുത്രൻ ഇവിടെ നിവർത്തീകരിച്ചത്. പുത്രൻ ഇവിടെ നിവർത്തീകരിച്ച ആ മഹത്വം നമ്മളും എന്ത് ചെയ്യണം? മഹത്വം കർത്താവിന് നൽകണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ മന്ദിരത്തെ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ, ആകാശത്തിന് കീഴിലുള്ള എല്ലാറ്റിലും കർത്താവിനെ സ്തുതിപ്പീൻ. അടുത്ത വാക്യം വായിക്കാം. അതൊന്ന് വായിച്ചങ്ങ് വിടുകയാണ് സങ്കീർത്തനം. അവന്റെ വീര്യപ്രവർത്തികൾ, ദൈവവചനത്തിൽ ആദിയോടന്തം ദൈവത്തിന്റെ വീര്യപ്രവർത്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്ഭുതങ്ങൾ നടന്ന കാര്യങ്ങൾ. കർത്താവ് യേശു ക്രിസ്തു
3.5 വർഷം ചെയ്ത കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്താൽ അതെന്തൊരു അത്ഭുതമാണ്. യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ ചെയ്ത അത്ഭുതങ്ങൾ. ഇന്നും അനേക ദൈവദാസന്മാരിൽ കൂടെ കർത്താവിന്റെ വീര്യപ്രവർത്തികൾ നടക്കുന്നു. നമ്മളിൽ കൂടെ ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ, നമ്മളിൽ ദൈവത്തിന്റെ എത്രയെത്ര അസുഖങ്ങൾ, എത്രയെത്ര പ്രതിസന്ധികൾ, എത്രയെത്ര പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. നാം പ്രാർത്ഥിച്ചു, പലപ്പോഴും ഇത് ചെയ്തു, നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ദൈവം അതൊക്കെ നമ്മളിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. നമ്മൾ പലപ്പോഴും നമ്മുടെ അസുഖങ്ങൾക്ക് അല്ലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം വിടുവിച്ചു. പക്ഷെ നമ്മൾ അതൊരു സ്വാഭാവിക എന്നും സംഭവിക്കുന്നത് പോലെ എന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ്, എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമ്മുടെ മേൽ വീര്യപ്രവർത്തികൾ നടത്തുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ നമ്മളിൽ ചെയ്തതെന്ന് ഓർത്തു കഴിഞ്ഞാൽ തന്നെ എത്രയെത്ര അപകടങ്ങൾ, എത്രയെത്ര അനർത്ഥങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം, നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലുള്ള എത്രയെത്ര പേർ ഈ ഭൂമുഖത്ത് വലിയ അസുഖങ്ങളും വലിയ പ്രയാസങ്ങളും വലിയ അപകടങ്ങളും വലിയ അനർത്ഥങ്ങളും ഒക്കെ ഹല്ലേലൂയ സംഭവിച്ച് ഓരോ മാതാപിതാക്കൾ വേദന അനുഭവിക്കുന്നത് നാം ചിലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സൂക്ഷിച്ചു, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം സൂക്ഷിച്ച് ഇതിനെ നാം എന്ത് ചെയ്യണം? ദൈവത്തെ നാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം, അതായത് ദൈവത്തിൻ്റെ മഹിമയ്ക്ക് തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. മാത്രമല്ല 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാഹളനാദത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കണം, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിക്കണം. ഇത്രയും ദൈവത്തിൻ്റെ ആ സ്വഭാവ ഗുണവിശേഷങ്ങളെ ഓർത്ത് സ്തുതിക്കണം, ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത് സ്തുതിക്കണം എന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, വാദ്യ ഉപകരണങ്ങളോടുകൂടി, നമുക്കെല്ലാ വാദ്യ ഉപകരണങ്ങളോടും കൂടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയണം. അതിന് അവകാശമുണ്ട്. ഇപ്പം ചെണ്ട കൊണ്ട് സ്തുതിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്തുതിച്ചോണം. ഏത് ഉപകരണം വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയാം. ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏതു മാധ്യമവും ഏത് ഉപകരണവും നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം, ഈ ആഫ്രിക്കൻ പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഉപകരണമില്ല. അവരധികം ബക്കറ്റൊക്കെ തിരിച്ചു വെച്ച് കൊട്ടിയൊക്കെയാ പാടുന്നത്. നാം ഏത് ഉപകരണം വെച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാഹളനാദത്തോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാഹളം കൊമ്പുകൊണ്ട്, ആടിൻ്റെ ഒക്കെ കൊമ്പുകൊണ്ടാണ് കാഹളം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ദൈവജനത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ആരാധനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാഹളം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയും. പഴയ നിയമ കാലഘട്ടങ്ങളിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കാഹളം ഉപയോഗിച്ചത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. യുദ്ധ ആഘോഷങ്ങളെയും യുദ്ധ മുന്നറിയിപ്പുകളെയും കുറിച്ച് കാഹളത്തെക്കുറിച്ച്. അപ്പോൾ കാഹളം ഊതുമ്പോൾ ഇതാണ് നമുക്കറിയാം, എരിഹോ പട്ടണം പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം അവർ കാഹളമൂതിയത് നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ കാഹളം വിജയാഘോഷത്തിൻ്റെയും വിജയത്തിന് മുന്നോടിയായിട്ടും ഒക്കെ ദൈവവചനം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ വരവിങ്കൽ കാഹളനാദം ഉണ്ട്. അതായത് കർത്താവ് കടന്നു വരുമ്പോൾ കാഹളനാദം, അത് വിശുദ്ധന്മാരെ ചേർക്കുവാനുള്ളതാണ്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തപ്പുകൊണ്ടും നൃത്തത്തിനോടും അവനെ സ്തുതിക്കും. തപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ ടാമറിൻ പോലുള്ള പഴയൊരു ഉപകരണമാണ്, അതിൻ്റെ പഴയ രൂപമാണ്. ഇത് മിര്യാം എടുത്ത് ഉപയോഗിച്ചതായി കാണുന്നുണ്ട്, ദാവീദ് ഉപയോഗിച്ചതായി നമ്മൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. തപ്പുകൊണ്ടും നൃത്തത്തോടും, ദാവീദ് എന്ത് ചെയ്തു? പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തതായി നമ്മൾക്ക് ദൈവത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല കിന്നരത്തോടും വീണകോടും തപ്പോടും കൂടെ എന്ത് ചെയ്തു? ദൈവത്തെ ദാവീദ്, തന്ത്രനാദം എന്ന് പറഞ്ഞാൽ സ്ട്രിങ്സ് ആയിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. കുഴൽ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂട്ട് പോലെ ഏതെങ്കിലും ഉപകരണങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ഉപകരണങ്ങൾ കൊണ്ട്, അതായത് പറഞ്ഞാൽ നമുക്ക് ലഭ്യമായ എല്ലാ ഉപകരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം? ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. കൈത്താളങ്ങളോടുകൂടെ എന്ത് ചെയ്യണം? ദൈവത്തെ അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട്. കൈത്താളം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ടടിക്കുന്നതിനെ എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും നമ്മുടെ ഈ ചണ്ടവെട്ടുകാരുടെ ഈ ചീങ്ങടിക്കുന്ന സാധനം, ഇതുപോലെയുള്ള സാധനത്തെ കൈത്താളം എന്ന് പറയും. അങ്ങനെയുള്ള കൈത്താളങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഉപകരണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാം? ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയും. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനില്ലാത്ത പ്രകൃതി ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ ജീവനുള്ള നാം ദൈവത്തെ തീർച്ചയായും സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ജീവനുണ്ട്. കാരണം ദൈവത്തിൻ്റെ ജീവൻ, ഈ ലോകത്തിലെ എല്ലാവരെയും കുറിച്ചല്ല ഈ പറയുന്നത്. ജീവനുള്ള എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ജീവനുള്ളതിനെയല്ല, ദൈവം
ജീവൻ നൽകിയ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വീണ്ടും ജനിച്ച എല്ലാവരും എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. ദൈവം ജീവൻ നൽകിയ ആദമും ഹവ്വയും ദൈവത്തെ സ്തുതിക്കാഞ്ഞതുകൊണ്ട് നിത്യത അവർക്ക് നഷ്ടമായി പോയെങ്കിൽ, ദൈവം ജീവൻ നൽകിയ നമ്മൾ നിത്യതയ്ക്ക് അവകാശികളായി തീരണം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അവനെ സ്തുതിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം മറന്നുപോകരുത്. നാം ദൈവത്തെ സ്തുതിക്കണം. യഹോവയെ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവം നമുക്ക് ഈ സങ്കീർത്തനക്കാരനിലൂടെ പറഞ്ഞു തരികയാണ്. യഹോവയെ സ്തുതിക്കണം. ഹല്ലേലൂയ. കാഹളനാദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തുതിക്കുന്നവർക്ക് കടന്നു പോകുവാൻ കഴിയുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രക്ഷിക്കപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഉണ്ട്. എന്താണ് രക്ഷിക്കപ്പെടുക? എന്താണ് വീണ്ടും ജനനം? അത് ദൈവവചനത്തിലുള്ളതാണ്. 3-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അത് പല ആവർത്തി വായിക്കണം. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന വീണ്ടും ജനനത്തിന്റെ അനുഭവം നമുക്ക് തരും. അനുഭവത്തിലൂടെ നമ്മൾ കടന്നു വന്ന് എങ്കിൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നിത്യതയിൽ നമുക്ക് കർത്താവിനോട് കൂടെ വാഴുവാൻ തക്കോണം ഇടയാകുന്നത്. അന്ത്യകാഹളത്തിങ്കിൽ കർത്താവിനോട് ചേരുവാൻ തക്കോണം ഇടയാകും. അതിനുവേണ്ടി നമ്മൾക്കൊരുങ്ങാം. ദൈവം നമ്മളെ അതിന് സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സങ്കീർത്തനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യങ്ങൾക്കുള്ള അവസരം.